വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്തെടുക്കാണ്, സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേര് VLCCയിൽ എൻക്വയറി ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കോഴ്സിനെ പറ്റി ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതിൽ ഒരുപാട് നന്ദി. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരെയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ കോഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ കണ്ടോ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനിപ്പം ഡോക്ടർ പ്രോകെയർ ക്ലിനിക്കിലായിരുന്നു ഇതിന് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് അത് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇപ്പം ഞാൻ വേറൊരു ക്ലിനിക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കാക്കനാട് ആയിരുന്നു നേരത്തെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ അരയൻകാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ നമ്മൾ ആയുർവേദ ഒരു ക്ലിനിക്കാണ്, ആയുർവേദ കോസ്മെറ്റോളജി ക്ലിനിക്കാണ്. അപ്പോൾ അവിടോട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വഴിയെ പറയാം എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ പറയാം. അപ്പം ഇതാണ് ഞാനപ്പം ഇപ്പോൾ കുറച്ച് ദിവസമായി. ഇപ്പം ഞാൻ ജനുവരി 1 തൊട്ടിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലിനിക്കിൽ വരുന്നുണ്ട്. എൻക്വയറീസ് ഒക്കെ ഒരുപാടുണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഹൈഡ്ര പോകുന്നുണ്ട്, പിന്നെ ഓക്സിജീനിയ പോകുന്നുണ്ട്, പിന്നെ എല്ലാ ഹെർബൽ ഫേഷ്യൽസാണ് മൂവ് ഓൺ ചെയ്യുന്നത്. ഹെർബൽ ഫേഷ്യൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ച് മനസ്സിലാവും. കാരണം ആയുർവേദ റിലേറ്റഡ് ആയിട്ടാകുമ്പോൾ ഒബ്വിയസ്ലി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കുമല്ലോ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹൈഡ്ര മെഷീൻ വെച്ചിട്ട് തന്നെ ബാക്കിയുള്ള എന്താ പറയുക സിന്തറ്റിക് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാണ്ട് പ്യുവർലി ഹെർബൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ കൺസേൺസ് അനുസരിച്ചിട്ട് നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പം അഥവാ എന്താ ഇങ്ങനെ വെളിയിൽ നിന്നൊക്കെ നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മുടെ ക്ലിനിക്ക് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈക്രോ നീഡ്ലിങ്, അതുപോലെ എന്താ പറയുക ഡെർമാപ്പീൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും PRP GFC എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഡോക്ടർ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ഇൻവേഴ്സീവ് ട്രീറ്റ്മെൻറ്റ്സ് ഇവിടെ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നേ നിന്നെടുത്ത് നോൺ ഇൻവേഴ്സീവ് മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പം വന്നിട്ട് ഇപ്പോൾ ഇത്രയും ദിവസമായി എന്താ വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാത്തേ എന്നുള്ളത് ഒരു ഇതുണ്ടാവും എല്ലാവർക്കും. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല. കാരണം എനിക്കിവിടുന്ന് വൈറ്റിലേന്ന് ഇവിടെ വരെ വരവ് കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ എന്നും ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് പിന്നെ റാൻഡംലി എനിക്ക് വീഡിയോസ് ഒന്നും തന്നെ ഒന്നും ക്രിയേറ്റ് ചെയ്യാനൊന്നും പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഓവറോൾ എന്തൊക്കെയാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വഴിയെ ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് പെർമനൻ്റായിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ഫുള്ള് കാര്യങ്ങളും പുതിയ ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം തന്നെ വഴിയെ കാണാം. ആദ്യം തന്നെ പറയാം, ഇവിടെ ഉണ്ടാക്കിയ പ്രോഡക്ട്സുകളൊക്കെ തന്നെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. ഇവിടുത്തെ ഫാക്ടറി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സുകളാണ്. എന്താ പറയുക, നമുക്ക് അലോവേര ജെല്ല്, വിറ്റാമിൻ C, നയസിനമൈഡ് എല്ലാ പ്രോഡക്ട്സുകളും ഇവിടെ ഉണ്ട്. അപ്പം ഇത് എന്താ വെച്ചാൽ വെളിയിലോട്ട് നമ്മളിത് കൊടുക്കുന്നുണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രോഡക്ട്സ്. അത് നമുക്ക് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസർ ആണെങ്കിലും സിറംസ് ആണെങ്കിലും നമുക്ക് പെനിട്രേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സിറംസും ജെല്ലും ഒക്കെ വേണം. അപ്പം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ബ്രൈറ്റനിങ് ജെൽ അല്ലെങ്കിൽ കുക്കുംബർ ജെൽ, അലോവേര ജെല്ലൊക്കെ തന്നെയാണ് നമ്മൾ നമ്മുടെ ക്ലയൻസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് നമ്മുടെ ഇതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് പൂത്തോട്ടയിലാണ്. വർഷങ്ങൾ തൊട്ടിട്ട് ഇവർക്ക് ഈ ബ്രാഞ്ചുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്ലിനിക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്രാഞ്ചിൻ്റെ പേരെന്ന് പറയുന്നത് എണ്ണയ്ക്കാത്ര ആയുർവേദ കോസ്മെറ്റോളജിയാണ്. പോരാത്തതിന് തന്നെ എണ്ണയ്ക്കാത്ര ആയുർവേദ വൈദ്യശാലയും കൂടി ആയിരുന്നു. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് പൂത്തോട്ടയായിരുന്നു, പിന്നെയാണ് അരയൻകാവിൽ ബ്രാഞ്ച് ഓപ്പൺ ആക്കിയത്. പിന്നെ ഇവർക്ക് എസ്തെറ്റിക്സ് മൂവ് ഓൺ ചെയ്യണം എന്ന് പ്ലാൻ ഉള്ളത് കൊണ്ടാണ് മേലിൽ ക്ലിനിക്ക് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ട്. രണ്ടുപേരും ഡോക്ടേഴ്സാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾസോ രണ്ടുപേരും ഡോക്ടേഴ്സാണ്. അങ്ങനെ എന്താ പറയുക എല്ലാം നോൺ ഇൻവേഴ്സീവ് ആൻഡ് ഇൻവേഴ്സീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു ക്ലിനിക്കാണ്. ജസ്റ്റ് ഞാനൊരു എന്താ പറയുക ഇത്രയും നാളുമായി എൻ്റെ ഒരു ഫ്രണ്ട്സിനായിട്ടൊന്ന് കോർഡിനേറ്റ് ചെയ്തിട്ട്, അപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.